മഴതോരും മുൻപേയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അടുത്തു തന്നെ വരാൻ പോകുന്ന ഒരു മനോഹരമായ എപ്പിസോഡിന്റെ കഥയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അങ്ങനെ വൈജയന്തി ബാലചന്ദ്രനെതിരെ ഡിവോഴ്സ് നോട്ടീസ് കോടതിയിൽ ഫയൽ ചെയ്യുന്നു. അതിനോടനുബന്ധിച്ച് കൈതക്കൽ മാളിക വീട്ടിൽ ഒരു കുടുംബയോഗം സംഘടിപ്പിക്കുന്നു. ബാലചന്ദ്രനാണ് എല്ലാവരും ഏർപ്പാടാക്കുന്നത്. കാരണം വൈജയന്തി ആരാണെന്നും വൈജയന്തി എന്തിനാണ് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തതെന്നും എന്തുകൊണ്ടാണ് താൻ വൈജയന്തിയിൽ നിന്നും അകന്നു നിൽക്കുന്നതെന്നും ഇനി എല്ലാവരും അറിയേണ്ട സമയമായി. അതിനുള്ള സമയവും തീയതിയും എല്ലാം അയാൾ തന്നെ നിശ്ചയിച്ചിരുന്നു. അങ്ങനെ കൈതക്കൽ മാളിക വീട്ടിൽ ഒരു കുടുംബയോഗം സംഘടിപ്പിക്കുകയാണ്. എല്ലാവരുമുണ്ട്. വൈജയന്തിയുടെ കുടുംബക്കാരും എല്ലാവരും. വൈജയന്തി വളരെ ആഹ്ലാദത്തിലാണ്. ബാലചന്ദ്രനെ അടിമുടി വിറപ്പിക്കാനും ബാലചന്ദ്രൻ്റെ എല്ലാ കൊള്ളരുതായ്മയും വിളിച്ചു പറയാനുമുള്ള വേദിയായാണ് വൈജയന്തി അതിനെ കണക്കാക്കിയത്. തൻ്റെ ഭാഗത്ത് ഒരു തെറ്റുകളുമില്ല. താൻ പതിവ്രതയാണ്. ഇത്രയും കാലം താൻ അഹങ്കരിച്ചതും താൻ കണ്ടുപിടിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ മുന്നിലും വിളിച്ചു പറയണം. ബാലചന്ദ്രനെ ഒന്ന് നാണം കെടുത്തണം, അയാളുടെ തൊലിയൊരിക്കണം. അത് മാത്രമായിരുന്നു ഇങ്ങനെ ഒരു കുടുംബയോഗം വച്ചപ്പോൾ വൈജയന്തിയുടെ മനസ്സിൽ. താൻ വിചാരിച്ചതാണ് ശരി. താൻ കോടതിയിൽ കേസ് കൊടുത്തത് ശരിയായിരുന്നു. അതെല്ലാവരെയും ബോധ്യപ്പെടുത്തണം. എന്തിനു ഞാൻ കേസ് കൊടുത്തു, തൻ്റെ ഭർത്താവ് എത്രത്തോളം മോശക്കാരനാണെന്ന് എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെടുത്തണം എന്നെല്ലാം ചിന്തകളായിരുന്നു വൈജയന്തിയുടെ മനസ്സിൽ. പക്ഷെ അതൊക്കെ അപ്പാടെ തെറ്റുകയാണ് അന്നുണ്ടായത്. ബാലചന്ദ്രൻ വൈജയന്തിയുടെ എല്ലാ വാദങ്ങളും കേട്ടു. കുടുംബക്കാരും വൈജയന്തി പറഞ്ഞതെല്ലാം ശരിവെച്ചു. കാരണം ഒരു ഭാര്യ എന്ന നിലയിൽ വൈജയന്തിക്ക് തോന്നാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഒരു വേലക്കാരിയെ ഇത്രത്തോളം തൻ്റെ ഭർത്താവ് ശുശ്രൂഷിക്കുക, അവൾക്ക് വേണ്ടി ഇത്ര ലക്ഷങ്ങൾ ചെലവാക്കുക, അവളെ മാത്രം പരിഗണിക്കുക, ഭാര്യയെ വിട്ട് വേറൊരു മുറിയിൽ താമസമാക്കുക, വീട് വിട്ടുപോയ വേലക്കാരിയെ വീണ്ടും വീണ്ടും പോയി കാണുക, അവൾക്ക് വേണ്ടി 15 ലക്ഷം രൂപ മുടക്കുക, സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി നൽകുക. അതെല്ലാം ഏതൊരു ഭാര്യയ്ക്കും സംശയമുളവാക്കുന്ന കാര്യങ്ങളാണ് എന്ന് തന്നെയാണ് വൈജയന്തിയുടെ ബന്ധുക്കളും ശരിവെച്ചത്. എല്ലാം കേട്ട് ബാലചന്ദ്രൻ മിണ്ടാതിരുന്നു. ഗംഗേട്ടനും ശിവേട്ടനും ഒന്നും കേൾക്കാതെ തല താഴ്ത്തിയിരുന്നു. കാരണം അവർക്കറിയാം ആർക്കു വേണ്ടിയാണ് ബാലചന്ദ്രൻ ഈ പൈസയെല്ലാം മുടക്കിയത്, ആരെയാണ് ബാലചന്ദ്രനെ സംരക്ഷിച്ചത്, ആരെയാണ് ബാലചന്ദ്രനെ സ്നേഹിച്ചത് എന്നെല്ലാം അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തലയൊന്നും ഉയർത്തി കുടുംബക്കാരെ ഒന്ന് നോക്കാൻ പോലും അവർക്കാവുന്നില്ല. അത്രയും പാപഭാരം കൊണ്ട് അവരുടെ രണ്ടുപേരുടെയും തലകൾ താഴ്ന്നിരുന്നു. വൈജയന്തി പക്ഷെ തൻ്റെ തല ഉയർത്തി തന്നെയായിരുന്നു എല്ലാ കുടുംബാംഗങ്ങളുടെയും മുന്നിലിരുന്നത്. കാരണം താൻ ഒരു തെറ്റുകാരിയല്ല, തൻ്റെ ഭാഗത്ത് തെറ്റില്ല. ഏതോ ഒരു അഴിഞ്ഞാട്ടിക്കാരിയെ വീട്ടിൽ വേലക്കാരിയായി വെച്ച് അവളുടെ കൂടെ അഴിഞ്ഞാടുകയായിരുന്നു തൻ്റെ ഭർത്താവ്. അതിന് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. എൻ്റെ വീട്ടിൽ ഞാനാണ് അധികാരി. ഞാൻ പറയുന്നത് എൻ്റെ ഭർത്താവ് കേൾക്കണം. കണ്ട പെണ്ണുങ്ങൾക്ക് വേണ്ടി പൈസ ചെലവാക്കാനോ സമയം ചെലവാക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഞാൻ അനുവദിച്ചു കൊടുക്കുകയുമില്ല. ഇപ്പോൾ അവൾ എൻ്റെ വീട്ടിൽ നിന്ന് പോയി, എന്നിട്ടും എൻ്റെ ഭർത്താവ് ഇനിയും അവളുടെ പിന്നാലെ നടക്കുകയാണ്. അതൊന്നും എനിക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നെല്ലാമായിരുന്നു വൈജയന്തിയുടെ ആരോപണങ്ങൾ. കുടുംബത്തിലെ തലമൂർത്ത കാരണവരായിട്ടുണ്ടായിരുന്ന ഒരമ്മാവൻ അത് ശരിവെക്കുകയും ചെയ്തു. വൈജയന്തിയുടെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ല ബാലചന്ദ്രൻ. അവൾ പറഞ്ഞതെല്ലാം ശരിയല്ലേ. ഏത് ഭാര്യയാണ് ഇതൊക്കെ സഹിക്കുക? ആ പെൺകുട്ടി തനിക്ക് ആരാണ്? ആദ്യം മകളാണെന്ന് പറഞ്ഞു, പിന്നെ മകളല്ല എന്ന് പറഞ്ഞു. ഇതിലേതാണ് ശരി? ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കൂ ബാലചന്ദ്ര. നിനക്കൊന്നും പറയാനില്ലേ? എന്തിനാണ് നീ ഒരു വേലക്കാരിക്ക് വേണ്ടി ഇത്രയും പൈസ ചെലവാക്കിയത്? ഭാര്യയ്ക്ക് അവളെ ഇഷ്ടമല്ലെങ്കിൽ എന്നും അവളെ ഒഴിവാക്കാമായിരുന്നല്ലോ നിനക്ക് ആ വീട്ടിൽ നിന്ന്. പിന്നെയും നീ എന്തിനാ അവളെ പിടിച്ചു നിർത്തി? അവളെ പിടിച്ചു നിർത്താൻ വേണ്ടി നിന്റെ മകളാണെന്ന് പോലും നീ കള്ളം പറഞ്ഞില്ലേ? അതിനെല്ലാം എന്തെങ്കിലും ഒരു കാരണമുണ്ടാവില്ലേ? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. വൈജയന്തി കേസ് കൊടുത്തതിൽ എന്താണ് തെറ്റ്? താനുമായി അവൾക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. തൻ്റെ ഭർത്താവ് ഒരു അന്യ സ്ത്രീയെയും ആഗ്രഹിക്കുകയും മോഹിക്കുകയും അവളുടെ കൂടെ കഴിയുകയും ചെയ്യുമ്പോൾ ഏത് ഭാര്യയാണ് അത് സഹിക്കുക? ഇത്രയും കേട്ടപ്പോൾ ബാലചന്ദ്രന് ദേഷ്യം അരിച്ചു കയറി. ഒപ്പം ബബിതയും ഉണ്ടായിരുന്നു. ബബിതയും രോഹിത്തും കൃഷ്ണമോളും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ബബിതയ്ക്കാണെന്ന് വെച്ചാൽ ബബിത വൈജയന്തിയുടെ അടുത്താണ് നിൽക്കുന്നത്. അമ്മയെ പല പ്രാവശ്യം ബബിത താക്കീത് നൽകുന്നുണ്ട്. മതി അമ്മേ, ഇത്രയൊന്നും പറയണ്ട എന്നും പറഞ്ഞ് പലവട്ടം താക്കീത് നൽകുന്നുണ്ട്. കാരണം ബബിതയ്ക്ക് അറിയാം അലീന ആരാണെന്നും എന്താണെന്നും ബബിതയ്ക്കും രോഹിത്തിനും കൃഷ്ണമോൾക്കും അറിയാം. ഒന്നും അറിയാതെ വേഷം കിട്ടി ആടുന്നത് വൈജയന്തി മാത്രമാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രന് ദേഷ്യം കൊണ്ട് ബാലചന്ദ്രൻ കസേരയിൽ നിന്ന് എണീച്ച് പറയുന്നുണ്ട്, മതി, ഇത്രയും കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. ഇതെല്ലാം ചോദിക്കാൻ നിങ്ങൾക്ക് എന്താണ് അധികാരമുള്ളത്? ഞാൻ ആ വീട്ടിൽ വേറൊരു അന്യ സ്ത്രീയുമായി താമസിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ അരിശം കൊള്ളേണ്ടത് വൈജയന്തിയുടെ സഹോദരങ്ങൾക്കല്ലേ? അവർ രണ്ടുപേരും ഒരു അക്ഷരം
അക്ഷരമെങ്കിലും മിണ്ടുന്നുണ്ടോ? അവർ തല ഉയർത്തി എന്നെ ഒന്ന് നോക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണെന്ന് നിങ്ങളാദ്യം അവരോട് ചോദിക്ക്. ഇതിനെല്ലാം എന്നെ ചോദ്യം ചെയ്യേണ്ടവരല്ലേ അവർ രണ്ടുപേരും? അവരെന്താ അനങ്ങാത്തത്? അവർക്കെന്താ ഒന്നും പറയാനില്ലേ? അവരെന്താ എന്നോടൊന്നും ചോദിക്കാത്തത്? ഇതിനൊന്നും നി ഇതിനൊന്നും നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നില്ലേ? എന്ന് ചോദിക്കുമ്പോൾ അയാൾ നേരെ ശിവശങ്കര മേനോന്റെയും ഗംഗാധര മേനോന്റെയും നേർക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. എന്താണ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തല താഴ്ത്തിയിരിക്കുന്നത്? നിങ്ങളുടെ അനിയത്തിയല്ലേ വൈജയന്തി? അവൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് സോൾവ് ചെയ്യണം. അവൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് നിങ്ങളല്ലേ? അവളുടെ ഭാഗത്തല്ലേ ന്യായം? പിന്നെ എന്തുകൊണ്ട് നിങ്ങളൊന്നും ശബ്ദിക്കാത്തത്? ബാലചന്ദ്രനോട് എന്താണ് നിങ്ങളൊന്നും ചോദിക്കാത്തത്? എന്താണ്? എന്താ ഗംഗാധര നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? അത് വല്യച്ഛൻ അവിടെ ഇരിക്കെ. കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാതെ വൈജയന്തി പറയുന്നതും കേട്ട് നമുക്ക് തുള്ളാൻ പറ്റുമോ? അതെന്താ ഗംഗേട്ടാ അങ്ങനെ പറയുന്നത്? ഞാൻ എന്ത് തെറ്റാ പറഞ്ഞത്? നിങ്ങൾ എല്ലാവരും അല്ലെങ്കിലും അലീനയുടെയും ഇയാളുടെയും പക്ഷത്താണല്ലോ. അത് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണല്ലോ. ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി തെറ്റ് ബാലചന്ദ്രന്റെ ഭാഗത്താണെന്ന്. എന്നിട്ടും നിങ്ങൾ രണ്ടുപേരും എന്തിനാ ബാലചന്ദ്രനെ ന്യായീകരിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആ, നിനക്ക് മനസ്സിലാവില്ല. നിനക്ക് മനസ്സിലാവാനുള്ള സമയം വരുന്നേ ഉള്ളൂ. ഞാനൊരു ചെറിയ കഥ പറയാം. തൽക്കാലം വല്യച്ഛൻ അവിടെ ഇരിക്കും പറഞ്ഞ ആ വയസ്സായ ആളെ ബാലചന്ദ്രൻ അവിടെ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ പറഞ്ഞു തുടങ്ങുന്നത് ആഗ്രയിലെ 23 വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു കഥയാണ്. അത് പറഞ്ഞു തീരുമ്പോഴേക്കും വൈജയന്തിയുടെ മാസകലം പൊള്ളുന്നത് പോലെ തോന്നുകയാണ് കേട്ടോ. കാരണം തൻ്റെ പൂർവ്വ ചരിത്രമാണ് ബാലചന്ദ്രൻ ഒരാൾക്ക് മുന്നിൽ, ഈ കുടുംബക്കാർക്ക് മുന്നിൽ വിവരിക്കുന്നത് എന്ന് വൈജയന്തിക്ക് മനസ്സിലായി തുടങ്ങി. വൈജയന്തി ആകെ ഒരു മണ്ണ് പ്രതിമ പോലെ ആയിപ്പോയി. ഒന്ന് തൊട്ടാൽ ആകെപ്പാടെ പൊട്ടിപ്പൊടിഞ്ഞു പോകുന്ന ഒരു പ്രതിമ മാത്രമായി വൈജയന്തി മാറിപ്പോയി എന്ന് അവൾക്ക് തോന്നി. കാരണം എൻ്റെ ഭൂതകാലമെല്ലാം തൻ്റെ ഭർത്താവ് മനസ്സിലാക്കിയിരിക്കുന്നു. തനിക്കൊരു കാമുകനുണ്ടായിരുന്നു. ഒന്നിച്ച് താൻ മാസങ്ങളോളം താമസിച്ചു. അയാളുടെ കുഞ്ഞിനെയും പ്രസവിച്ചു. അതെല്ലാം വിവാഹത്തിന് മുന്നേ നടന്ന കാര്യങ്ങളാണ്. ഒരിക്കലും ഓർക്കാൻ കൂടി താൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ. തൻ്റെ ജീവിതത്തിൽ നടന്ന നശിച്ച നാളുകൾ. അത് തൻ്റെ ഭർത്താവ് അറിഞ്ഞിരിക്കുന്നു. തൻ്റെ ഭർത്താവിന് മുന്നിൽ താൻ പതിവ്രതയായിരുന്നു. എല്ലാ രീതിയിലും നല്ലവളായി ചമഞ്ഞ് നടന്നിരുന്ന താൻ തൻ്റെ ഭർത്താവിനെ ചതിക്കുകയായിരുന്നു എന്ന് അയാൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നൊക്കെ വൈജയന്തി ആലോചിച്ച് വൈജയന്തി ഒരു പ്രതിമ പോലെ, ശില പോലെ അവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ. ബബിത വൈജയന്തിയെ താങ്ങി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് കഴിയുന്നില്ല. അമ്മേ അമ്മേ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ബാലചന്ദ്രൻ ഒട്ടും താഴ്ന്നു കൊടുക്കുന്നില്ല. ബാലചന്ദ്രന് പറയാനുള്ളതെല്ലാം അയാളുടെ മനസ്സിൽ ഇത്രയും ദിവസം അയാൾ അടുക്കി വെച്ച എല്ലാ ദേഷ്യങ്ങളും എല്ലാതും അയാൾ ഒറ്റയടിക്ക് ആ കുടുംബക്കാർക്ക് മുന്നിൽ നിരത്തി. ശിവശങ്കര മേനോനും ഗംഗാധര മേനോനും ഒന്നും പറയാനാവാതെ നാണം കെട്ട് തല താഴ്ത്തിയിരിക്കുകയാണ്. പലർക്കും പല കഥകളും അറിയില്ലായിരുന്നു. കമലയെല്ലാം കേട്ടത് സത്യമാണോ നുണയാണോ എന്ന് പോലും തിരിച്ചറിയാനാവാതെ വായ പൊളിച്ചു നിൽക്കുന്നു. ഹരിശങ്കറും എല്ലാവരും എന്താണ് ബാലചന്ദ്രൻ പറയുന്നത്? എന്താണ് ഇങ്ങനെയൊക്കെ? എന്നാണ് ഇതൊക്കെ സംഭവിച്ചത്? ഇതൊക്കെ സത്യമാണോ എന്നെല്ലാം ഉത്കണ്ഠപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ ബാലചന്ദ്രൻ്റെ മക്കൾക്കറിയാം അലീന ചേച്ചിയാണ് ആ മകളെന്ന്. അപ്പോഴും ബാലചന്ദ്രൻ അത് പറയുന്നില്ല. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇവൾക്ക് അങ്ങനെ ഒരു തെറ്റു പറ്റിയെങ്കിൽ ഞാൻ ക്ഷമിക്കുമായിരുന്നു. പക്ഷേ ഈ 24 വർഷം ഇവൾ എൻ്റെ മുന്നിൽ പതിവ്രതയായി അഭിനയിച്ചു. തനിക്കൊരു തെറ്റു പറ്റിയ ഒരു പശ്ചാത്താപം പോലും അവളുടെ മനസ്സിലുണ്ടായിരുന്നില്ല. എന്നെ ചതിക്കാനൊരു തോന്നലുണ്ടായിരുന്നില്ല. അവൾ എന്നെ ഭരിക്കുകയായിരുന്നു. എന്നിട്ടും ഞാൻ ആഗ്രഹിച്ച പെൺകുട്ടിയല്ലേ എന്ന് വിചാരിച്ച് ഞാനൊക്കെ ക്ഷമിച്ചും കൊടുക്കുകയായിരുന്നു. എന്നിട്ടും അവൾ എന്നെ അഹങ്കരിച്ചു. എൻ്റെ മേൽ അഹങ്കാരം കാണിച്ചു. അഹന്തയായിരുന്നു അവളുടെ മനസ്സിൽ മുഴുവൻ. അവൾ എന്നെ ഒരു നിമിഷം പോലും സ്നേഹിച്ചിട്ടില്ല. അവളെ എനിക്ക് കിട്ടിയത് എന്തോ വലിയ കാര്യമാണ് എന്ന രീതിയിലായിരുന്നു ഇത്രയും കാലം അവൾ എൻ്റെ കൂടെ ജീവിച്ചിരുന്നത്. ഇനി എനിക്ക് അവളുമായി ജീവിതം മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. കാരണം എന്നെ വഞ്ചിച്ചവളാണ്. 24 വർഷം എന്നെ വഞ്ചിച്ച് എൻ്റെ കൂടെ ജീവിച്ചവളാണ് അവൾ. അവളെ ഇനിയും ഭാര്യയായി കാണാൻ എനിക്ക് സാധിക്കില്ല. കാരണം മറ്റൊരുത്തൻ്റെ മകളെ പ്രസവിച്ചവളാണ് അവൾ. ഇനി നിനക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം. നിന്റെ സഹോദരങ്ങളെല്ലാം നിന്നെ ചതിക്കുകയായിരുന്നു. ഒരമ്മയായ നിന്നോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നീ അന്ന് പ്രസവിച്ച ആ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതുകൂടി കേട്ടപ്പോൾ വൈജയന്തി ഇല്ലാണ്ടായിപ്പോയി. ഇടുത്തി വീണ് പോലെ അവളുടെ മനസ്സിൽ തൻ്റെ കുഞ്ഞ് ജീവനോടെയുണ്ട്. തൻ്റെ കുഞ്ഞ് ജീവനോടെയുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതാ അവളുടെ 2 സഹോദരന്മാരെ ഇവിടെയുണ്ട്. അവർക്കറിയാം എല്ലാ സത്യങ്ങളും. അലീന ആരാണെന്നും അവർക്കറിയാം.
എന്തുകൊണ്ടാണ് ഞാൻ അലീനനെ ഇത്രമാത്രം സംരക്ഷിച്ചിരുന്നത് എന്നും അവർക്കറിയാം. അവർക്ക് സത്യങ്ങളെല്ലാം അറിയാം. ഒന്നും മിണ്ടാതിരുന്നത് അവരുടെ അനിയത്തിയുടെ ജീവിതം നശിക്കണ്ട എന്ന് വിചാരിച്ചു മാത്രമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ കൈതക്കൽ മാളിക വീട്ടിന്റെ പടിയിറങ്ങി. ഇനി ഒരിക്കലും ആ പടി ചവിട്ടാൻ തനിക്ക് ഇടവരരുതേ എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ബാലചന്ദ്രൻ ആ പടിയിറങ്ങുന്നത്. വൈജയെ താങ്ങിപ്പിടിച്ച രോഹിത്തും ഭവിതയും കൂടി റൂമിൽ കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നോ അമ്മയെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നോ അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. സത്യങ്ങളെല്ലാം നേരത്തെ അറിഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് 3 പേർക്കും അതൊരു ഷോക്കായിരുന്നില്ല. പിന്നീട് കുറച്ചു നേരം പോയി നോക്കിയപ്പോൾ വൈജയന്തിയെ ആരും കാണുന്നില്ല. കാരണം വൈജയന്തി അവിടെ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ മകൾ അലീനയാണ് എന്നുള്ള സംശയം വൈജയന്തിയുടെ മനസ്സിൽ നീറി നിൽക്കുകയായിരുന്നു. അങ്ങനെ വൈജയന്തി നേരെ പോകുന്നത് അലീനയെ താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. തൻ്റെ കാമുകനായ സ്റ്റാൻലിയെ കാണാൻ. തന്നെ ചതിച്ചിട്ട് പോയ അയാളിൽ നിന്ന് തന്നെ സത്യങ്ങൾ അറിയണം. അയാൾ എന്തിനാണ് അലീനയെ ഇപ്പോൾ അയാളുടെ കൂടെ താമസിപ്പിച്ചിരിക്കുന്നത്, അലീന അയാളുടെ ആരാണ് എന്നെല്ലാം അറിയണം എന്ന ഉറച്ച വിശ്വാസത്തോടെ കുളത്തൂപ്പുഴയിലേക്ക് വൈജയന്തി യാത്ര തിരിച്ചു. കുളത്തൂപ്പുഴയിലെ കൊട്ടാരമറ്റത്തെത്തിയതും അവിടെ സ്റ്റാൻലി ഉണ്ടായിരുന്നില്ല. അവിടെ കയറി ചെന്ന വൈജയന്തിക്ക് കാണാൻ കഴിഞ്ഞത് അലീനയെ മാത്രമാണ്. അലീനയോട് ഒരു വാക്കുപോലും ചോദിക്കാതെ സ്റ്റാൻലിയെ തിരക്കി വൈജയന്തി ആ വീട് വിട്ടിറങ്ങി. ഒടുക്കം ഒരു റബ്ബർ തോട്ടത്തിൽ നിന്ന് സ്റ്റാൻലിയെ വൈജയന്തി കണ്ടുമുട്ടുന്നുണ്ട്. സ്റ്റാൻലിയുടെ വായിൽ നിന്ന് തന്നെ എല്ലാ സത്യങ്ങളും വൈജയന്തി മനസ്സിലാക്കുന്നുണ്ട്. തന്നെ തൻ്റെ വീട്ടുകാർ ചതിക്കുകയായിരുന്നു, വഞ്ചിക്കുകയായിരുന്നു. പറഞ്ഞത് മുഴുവൻ തൻ്റെ ജീവിതം അവർ നശിപ്പിച്ചു. തൻ്റെ മകളെ ഒരു ഓർഫണേജിൽ കൊണ്ടുചെന്ന് അനാഥയാക്കി. ആ മകളെയാണ് താൻ ഇത്രയും കാലം ദ്രോഹിച്ചതും ആക്ഷേപിച്ചതും അപമാനിച്ചതും എല്ലാം തൻ്റെ സ്വന്തം പെൺകുഞ്ഞിനെ ആയിരുന്നു എന്നെല്ലാം തിരിച്ചറിയുന്ന ആ അമ്മയ്ക്ക് ഒരിക്കലും അലീനയെ ഫേസ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ വൈജയന്തി തിരഞ്ഞെടുത്തതാണ് ഒരു സന്യാസി വേഷം. പിന്നീട് താൻ ചെയ്ത തെറ്റുകളും പാപങ്ങളും എല്ലാം ദൈവത്തിൻ്റെ കാൽക്കൽ വെച്ച് ഇനിയുള്ള കാലം സന്യസിക്കാം എന്ന് തന്നെ വൈജയന്തി ഉറപ്പിച്ചു. അങ്ങനെയാണ് തിരുവനന്തപുരത്തുള്ള ഒരു ആശ്രമത്തിൽ വൈജയന്തി അഭയം പ്രാപിക്കുന്നതും അവിടെ താമസിക്കാൻ തീരുമാനിക്കുന്നതും. അതെല്ലാവരും ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു. ഒരിക്കലും വൈജയന്തി അങ്ങനെ ചെയ്യുമെന്ന് ഒരാളും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ തിരിച്ചു വരും, എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാം എന്നായിരുന്നു സഹോദരങ്ങളെല്ലാം വിചാരിച്ചിരുന്നത്. മക്കളും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു വൈജയന്തിയുടെ ആ തീരുമാനം. ഇനി ഒരിക്കലും തൻ്റെ മക്കളെ ഫേസ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. താൻ തൻ്റെ മകളോട് എന്തൊക്കെ ക്രൂരതകൾ ചെയ്തു, അവളെ അടിച്ചു, അവളെ പലത് പറഞ്ഞു അപമാനിച്ചു. തൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോലും അവളെ പലതും പറഞ്ഞ് അപമാനിച്ചു. അതൊന്നും ഒരിക്കലും ഒരമ്മ എന്ന നിലയിൽ താൻ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. തൻ്റെ കൺമുന്നിൽ അവൾ ഉണ്ടായിട്ടും അവളെ മനസ്സിലാക്കാനോ അവളെ സ്നേഹിക്കാനോ ഒരു നോട്ടം കൊണ്ട് പോലും അവളെ സ്നേഹിക്കാൻ തനിക്ക് കഴിഞ്ഞിരുന്നില്ല. ഒരു പാപിയായ അമ്മയാണ് ഞാൻ. ആ പാപങ്ങളെല്ലാം എനിക്ക് തുടച്ചു കളയണം. ഇനിയുള്ള കാലം സന്യസിക്കാനേ എൻ്റെ ഈ ജീവിതം ബാക്കിയുള്ളൂ. എനിക്കിനി ആരും വേണ്ട, ആരെയും കാണണ്ട. ഞാനൊരു പാപിയായ സ്ത്രീയാണ്. സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച, സ്വന്തം മക്കളെ വഞ്ചിച്ച, സ്വന്തം മകളെ ദ്രോഹിച്ച ഒരു പാപിയായ സ്ത്രീ എന്ന് മാത്രമായിരുന്നു വൈജയന്തിയുടെ മനസ്സ് മുഴുവൻ. അങ്ങനെ വൈജയന്തി തിരുവനന്തപുരത്തെ ഒരാശ്രമത്തിൽ അഭയം പ്രാപിക്കുകയും ഒരുപാട് ദിവസം അവിടെ മാസങ്ങളോളം താമസിക്കുകയും ചെയ്യുന്നുണ്ട്. പലരും പല രീതിയിലും പോയി വിളിച്ചിട്ടും വൈജയന്തി ആ ആശ്രമം വിട്ടു വരാൻ തയ്യാറായിരുന്നില്ല. ഒരു സന്യാസി ജീവിതം തന്നെ അവൾ തിരഞ്ഞെടുക്കുകയായിരുന്നു. അലീനയും പോയി വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്ന് കാണാൻ പോലും വൈജയന്തി കൂട്ടാക്കിയില്ല. അങ്ങനെ മാസങ്ങളോളം വൈജയന്തി ആശ്രമത്തിൽ തന്നെ ചെലവഴിക്കുന്നുണ്ട്. താൻ 24 വർഷം ചെയ്ത പാപങ്ങളോർത്ത് ഒരു നല്ല കുടുംബിനിയായി, നല്ലൊരു സ്ത്രീയായിട്ടായിരിക്കും പിന്നീട് ആ ആശ്രമത്തിൽ നിന്ന് വൈജയന്തി പുറത്തേക്ക് വരിക. പക്ഷെ അതിനും ഇടയിൽ പല സംഭവങ്ങളും നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നടക്കുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ മരണം, അങ്ങനെ കുറേ സംഭവങ്ങൾ ആ വീട്ടിൽ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കഥകളുടെ അവസാനത്തേക്ക് എത്തുമ്പോഴേക്കും സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന വൈജയന്തി തിരഞ്ഞെടുക്കുന്ന മാർഗം സന്യാസം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ കഥയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്